അപ്പൊ ഇവിടെ കിട്ടും ആ പോയിന്റും കിട്ടി. അപ്പൊ ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ പാരലാക്സിസ് തിയറം വെച്ച് jg1 plus a1r1 square plus jg2 plus a2r2 square അതാണ് ജെ. ഈ ജെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് സംഭവം. ഫോഴ്സ് തന്നിട്ടില്ല, അത് ജെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. r1 r2 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഈ r1 ഈ r2 അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ഒരു മുമ്പ് പറഞ്ഞാണ്. രണ്ട് ഷേപ്പിനും സെന്റർ ആയിട്ട് കണ്ടുപിടിക്കും. ഈ രണ്ട് പോലെ ഇതാണ്. അപ്പൊ ഇതിന്റെ ജെ നമ്മൾ കണ്ടുപിടിച്ചു, ix plus iy, അതായത് bdq/12 plus dbq/12. അതിന് നമ്മൾ ix കണ്ടുപിടിച്ചു, അല്ല ഇതിന്റെ jg1 കണ്ടുപിടിച്ചു, jg2 കണ്ടുപിടിക്കണം. എന്നിട്ട് jg1 plus a1r1 square, അതായത് ഇതിന്റെ ഏരിയ മൾട്ടിപ്ലൈ ബൈ r1 square ആണ്, അതാണ് ഫോർമുല. പ്ലസ് ഇതിന്റെ jg2 plus a2r2 square. അപ്പൊ നമ്മൾ ടോട്ടൽ ജെ കിട്ടും. ഈ ജെ ആണ് mr/j സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. jg എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോളാർ മൂവ്മെന്റ് ഫിനിഷ് ഓഫ് ഈ ബെൽറ്റ്. മറ്റേത് ഇതിന്റെ അതിന്റെ രണ്ടുകൂടി മറ്റേ bdq/12 dbq/12 അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശരിയാവും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. വെൽ സൈസ് ഫോർ ദ ബ്രാക്കറ്റ് ഷോൺ. ഇങ്ങനെ അപ്പൊ ഇവിടെ ഫോഴ്സ് എത്ര, അപ്പൊ ഏത് പോയിന്റിലാണ് കൂടുതൽ ആക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് വെൽഡ്. ഞാൻ പറഞ്ഞ സംഭവല്ലേ, ഇപ്പൊ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവം ഒന്നും ആവശ്യമില്ല. അതാ പറയാൻ ഒന്നുമില്ല എന്നതില് കാണിച്ചത്. ഇതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ അല്ലേ, അതൊക്കെ മൊത്തം ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്താൽ മതി. ഇല്ല, ഇത് ജെറിന്റെ ഈ പോയിന്റ് എടുക്കാൻ കാരണം അത് ജസ്റ്റ് ഒരു ഈ സംഭവത്തിന്റെ സെന്ററോടെ ഒരു ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. ലൈറ്റ് എത്തിയിരിക്കുക.